പകരം എൻ്റെ 5 ചാക്ക് ഫസ്റ്റ് ക്വാളിറ്റി അരിയിലേക്ക് 1 ചാക്ക് സെക്കൻഡ് ക്വാളിറ്റിയോ തേർഡ് ക്വാളിറ്റിയോ കയറ്റിയാലും അറിയൊന്നുമില്ല മനുഷ്യൻ. അവിടെയൊക്കെ നല്ലോണം അതാ പറഞ്ഞത്. കച്ചവടം നല്ല രൂപത്തിലായാൽ വലിയ ഉന്നതമായ കൂലി കിട്ടും. കാരണം അള്ളാന്റെ ഒരു വദിയത്താണ്, ഒരു സൂക്ഷിപ്പ് മുതൽ നമ്മളെ കയ്യിൽ ഏൽപ്പിക്കുക, ഉപഭോക്താവിന് വേണ്ടിയുള്ള സാധനം. അത് വളരെ ചിന്തിക്കണം. അതൊക്കെ സ്വാഭാവികം തന്നെയല്ലേ? എന്താ സ്വാഭാവികമല്ലേ? എന്താ നമ്മൾ ചെയ്യാ? എൻ്റെ ഉദാഹരണം പറയാം. നമ്മളെ ഒരു ഹോട്ടൽ കയറി ഒരു മീൻ വാങ്ങി, നല്ല മീൻ കഷ്ണം. തുടക്കത്തിൽ നമ്മൾ വിശപ്പ് കാരണം അങ്ങോട്ട് കഴിക്കും. കഴിച്ചിട്ടൊരു പകുതി കഴിയുമ്പോഴത്തിന് പിന്നെ നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും. അപ്പോൾ എങ്ങനെ മനുഷ്യനോട് പറയാൻ പറ്റുമോ? ആ നേരത്തെ പറഞ്ഞാൽ ഹോട്ടൽക്കാരൻ എന്ത് പറയും? സ്വാഭാവികമായും ആവശ്യമുള്ളതൊക്കെ തിന്നിട്ട് ഇത് പറയാണോ എന്ന് ചോദിക്കുന്നത് സ്വാഭാവികമായി ചോദിക്കുമല്ലോ. അവിടെ ഉപഭോക്താവ് കുടുങ്ങൂല്ലേ? അപ്പൊ എന്നാൽ ഇതൊക്കെ ഒരു വധിയാത്താണ്. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്, ആരും ദേഷ്യപ്പെടരുത്, ഒരു ഉദാഹരണം പറഞ്ഞതാ. പൊതുവേ നടക്കുന്ന ചില കാര്യങ്ങൾക്ക് ഞാൻ ഉദാഹരണം പറഞ്ഞതാ. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ സെക്കൻഡ് ക്വാളിറ്റി ആണെങ്കിൽ അത് അങ്ങനെ പറഞ്ഞ്, ഇപ്പൊ നിങ്ങളെപ്പോലത്തെ ഒരു ഹോൾസെയിൽ ബിസിനസ്സുകാരൻ അതിൻ്റെ റീറ്റെയിൽ ബിസിനസ്സുകാരനോട് പറയണം, ഇത് പറഞ്ഞിട്ടാണ് കൊടുക്കേണ്ടത്. അയാൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഉത്തരവാദി ആരാണ്? അയാളാണ് എന്നർത്ഥം. ഇത് കണ്ണൻ ദേവന്റെ ഒറിജിനൽ സാധനം. ഏതൊരു സാധനത്തിനും ഇന്ന് ഇഷ്ടം പോലെ സ്റ്റിക്കർ കിട്ടും, എന്തിനും കിട്ടും സ്റ്റിക്കർ. അതൊക്കെ സൗകര്യത്തിനാണ്, ഇഷ്ടം പോലെ കിട്ടും. ഏത് കണ്ണൻ ദേവന്റെയും ചാക്കിലേക്ക് ഏത് ലോക്കൽ ചായപ്പൊടിയും കയറ്റാൻ കഴിയും. കണ്ണൻ ദേവൻ an എക്സാമ്പിൾ. ഇങ്ങനെ ലോക്കൽ കയറ്റിയിട്ട് വലിയ ആക്കി വിൽക്കാൻ കഴിയും. ഒരു സാധനം ജപ്പാനിൽ ഉണ്ടാക്കിയതാണ് എങ്കിൽ അതിൽ മേഡ് ഇൻ ജപ്പാൻ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ തല പുണ്ണാക്കേണ്ടി വരും. നേരെ മറിച്ചോ ചൈനയിൽ ഉണ്ടാക്കിയ ഒരു സാധനം വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടാവും, എന്ത് മേഡ് ഇൻ ജപ്പാൻ. വലിയ അക്ഷരമായിരിക്കും. അല്ലേ നിങ്ങൾ ചിന്തിക്ക്. അവിടെ അങ്ങനെ തന്നെയല്ലേ നാഷണൽ എന്നോ പനാസോണിക് എന്നൊക്കെ ഉള്ള അതേ വലിപ്പത്തിലുണ്ടാവും എന്ത് മേഡ് ഇൻ ജപ്പാൻ. ജപ്പാനിന്റെ ചില മെറ്റീരിയലൊക്കെ മാർക്കറ്റിൽ വലിയ വില ഉണ്ടാവും. അപ്പൊ ആദ്യം മുതലെടുക്കാണ് ഇവിടെ കച്ചവടക്കാരൻ. അവൻ കമ്പനി തന്നെ ഡ്യൂപ്ലിക്കേറ്റ് കമ്പനിയാണ്. സാധാരണക്കാരായ ആളുകൾ എന്ത് ചെയ്യും? അതൊക്കെ വാങ്ങി വെക്കും. ഞങ്ങളെ നാട്ടിലുണ്ട് ഈ മലമുത്തന്മാർ എന്ന് പറഞ്ഞാല് മല പോയിട്ട് തേന് കൊണ്ടുവരും. ആ തേന് കൊണ്ടുവന്ന അങ്ങാടിയിലെത്തിയാല് കച്ചവടക്കാരെന്ത് ചെയ്യും? വലിയ ടിന്നിലെ തേന് വാങ്ങി വെച്ചിട്ട് ഒരു ചായയും കൊടുക്കും. വലിയ ഒരു ഉണ്ട പോലത്തെ, എന്താ പറയാ, ബോണ്ടാന്ന് മനസ്സിലായില്ലേ, ആരും കൊടുക്കും. ഒരു വെറ്റില് മുറുക്കാനും കൊടുത്താൽ അൽഹംദുലില്ലാ സമാധാനായി. 1000കണക്കിന് ഉറുപ്പ്യന്റെ സാധനം ഇത്. 1000കണക്കിന് ഉറുപ്പ്യന്റെ സാധനമാണ് എൻ്റെ നല്ല ഒരു പാല് പറഞ്ഞ ചായ, പിന്നെ ഒരു നല്ല ബോണ്ട, പിന്നെ അതേപോലെ നോക്കണ വളരെ ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ തന്നെ ഒരു വെറ്റില് മുറുക്കാനും ഇതങ്ങോട്ട് കൊടുത്താൽ അത് റാഹത്തായി. അയാൾക്ക് റാഹത്തായി. 1000 തനി കബളിപ്പിക്കല, വല്ലാത്ത കബളിപ്പിക്കല. അറിവില്ലാത്തവരിൽ നിന്ന് മുതലെടുക്കുക വളരെ വലിയ തെറ്റാണ്. അത് വളരെ വലിയ തെറ്റാണ്. ആരാണെങ്കിലും, അത് മുസ്ലിം അമുസ്ലിം എന്ന വ്യത്യാസമൊന്നുമില്ല. ആരെ പറ്റിക്കാണെങ്കിലും പരലോകത്ത് ശിക്ഷ ഉണ്ടാവും. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വളരെ ചിന്തിക്കണം. മനോശന ഫലൈസ മിന്നാ, ചതിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ലാണ് സയ്യിദുനാ മുഹമ്മദുൻ. ചതിക്കരുത്, അറിഞ്ഞുകൊണ്ട് ചതിക്കരുത്. അറിയാതെ ആയാലോ നമ്മൾ ഉത്തരവാദിയല്ല. അറിഞ്ഞുകൊണ്ട് ചതിക്കരുത്. മിനൽ മുൻകറാത്തിൽ മുഅത്താദത്തി ഇഖ്ഫാഉൽ ഐബി, ഐബിനെ മറച്ചു വെക്കുക. ഇദാ അലിമ ബിഹി ഐബൻ ഫൽ യൽസിമുഹു അൻ യുനബ്ബിഹൽ മുസ്തരിയ. അങ്ങനെ ആരെങ്കിലും ഐബിനെ കണ്ടാൽ, മഹാന്മാർ ഇമാം തുഹ്ഫയടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം ഇബ്നു ഹജർ തങ്ങളടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഐബിനെ അറിഞ്ഞാൽ ആ ഐബിനെ അവൻ എന്ത് ചെയ്യണം? പരസ്യമാക്കണം, ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ഇങ്ങനെയാണ്. അല്ലെങ്കിൽ മറ്റവന് നഷ്ടപ്പെടുത്തലാകും. ബഹുവ ഹറാമുൻ, അത് വലിയ ഹറാമാണെന്ന് മഹാന്മാർ ഈ വിഷയം പറഞ്ഞുകൊണ്ട് യഹ്യാ ഉലൂമുദ്ദീനിൽ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ആ കാര്യം വളരെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യം, കച്ചവട നേരത്തെ സത്യത്തെ ഒഴിവാക്കുക. അൽ ഹലിഫു മൻഫഅത്തുൻ മുൻഫിഖത്തുൽ ലിസ്സിൽഅതി വമുംഹിഖത്തുൽ ലിൽബറകതി ഖാല റസൂലുള്ളാഹി. സത്യം കച്ചവടത്തെ ചരക്കിനെ പോക്കിക്കളയും,
ചരക്കിനെ ചെലവാക്കും, എന്നാൽ ബറക്കത്തിനെ പൊക്കിക്കളയും എന്നാണ്. കച്ചവടം ചെയ്യുമ്പോൾ സത്യം ചെയ്യാൻ പാടില്ല. ബില്ലാഹി വല്ലാഹി എന്ന് പറയാം. ഗൾഫിലെ കച്ചവടക്കാർക്ക് സ്ഥിരമുള്ള ഏർപ്പാടാണ്. സ്ഥിരം വല്ലാഹി എന്ന് പറയാണ്ട് ഒരു പെപ്സി വരെ വിൽക്കൂല. വല്ലാഹി അത് പറഞ്ഞുകൊണ്ട് ശീലായിപ്പോയി. വല്ലാഹി 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 ഇത് പറയാതെ ഒരു സാധനം ഗൾഫിലെ കച്ചവടക്കാർക്ക് ഇതൊരു തൊട്ടുന്നത് പോലെയാ. ഒരു ഈസിയാ കച്ചവടക്കാർക്ക്. വല്ലാഹി നോക്കൂ നിങ്ങൾ. അൽഹലിഫു മൻഫഖത്തുൽ ലിസ്സിൽഅതി വമംഹഖത്തുൽ ലിൽബറകതി ഖാല റസൂലുള്ളാഹി. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, സത്യം ചെയ്യുക എന്നത് ചരക്കിനെ ചെലവാക്കി കളയുന്നു, എന്നാലും മംഹഖത്തുൽ ലിൽബറകതി ആ വസ്തുവിന്റെ ബറക്കത്ത് അതോടുകൂടെ ഇല്ലാതെയാകും. സബബു റഹാബി ബറക്കത്തിൽ മക്സൂബി അതുവഴി നിനക്ക് കിട്ടുന്ന ലാഭം ബറക്കത്ത് ഒഴിവാകാൻ ഇത് കാരണമാകുന്നതാണ്. ഏത് കച്ചവടത്തിന് നേരത്തെ എന്ത് ചെയ്യുക? സത്യം ചെയ്ത് പറയാം. മനസ്സിലാവുണ്ടോ? അതിന്റെ ആവശ്യമില്ല ഞാനിത് ഇത്രക്ക് വാങ്ങിയതാണ് അല്ലെങ്കിൽ ഇത്രക്ക് വാങ്ങിയതാണെന്നും പറയണ്ടല്ലോ. ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഇത് ഇത്രയാണ് അതിന്റെ വില, അത് വരണം എന്ന് പറയാം. ഇല്ലേ യാ അല്ലാഹ് മഅസ്സലാം. അതിലെന്താ ഉള്ളത് പ്രശ്നം? വല്ലാഹി വല്ലാഹി ചില സ്വഭാവമുണ്ട്. ചില സ്ഥലത്ത് 10 റിയാലിന് 10 റിയാല് കുറച്ച് കൂടിയില്ലെന്ന് വെച്ചാൽ പറയും വല്ലാഹി ഞാനിത് 9 റിയാലിന് വാങ്ങിയതാണ് എന്ന് പറയും. പിന്നെയും പറയും വല്ലാഹിയോ എങ്ങനെയെങ്കിലും ഒരു റിയാലെങ്കിലും ലാഭം വേണ്ടേ, വല്ലാഹി ഞാൻ 10 റിയാലിന് വാങ്ങിയതാണ്. പിന്നെ നിർബന്ധിക്കും. 3-4 വട്ടം നിർബന്ധിക്കുമ്പോൾ ഉപഭോക്താവ് മടങ്ങിപ്പോകും കച്ചവടം ചെയ്യാൻ വേണ്ടി. അപ്പം മടങ്ങി വിളിച്ച് വന്നിട്ട് എന്ത് ചെയ്യും? 7 റിയാലിന് കൊടുക്കും. മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായില്ല? ആദ്യം 10 എന്ന് പറയും, 5 എന്ന് പറയും. 10 എന്ന് പറഞ്ഞാൽ പറയും അത് 9 റിയാലിന് വാങ്ങിയതാണ്. തർക്കിച്ചാൽ പിന്നെ മടങ്ങി പോകുന്ന നേരത്ത് വിളിച്ചിട്ട് 7 റിയാലിന് തരാമെന്ന് പറയും. അപ്പോഴോ സത്യത്തിൽ വാങ്ങിയത് എത്രക്കാ? 5 റിയാലിന് വാങ്ങിയത്. അന്നത്തിന് എത്ര ലാഭമുണ്ട്? 2 റിയാൽ. ഹലഫ് സത്യം ചെയ്ത വല്ലാത്ത ദോഷ കച്ചവടത്തിൽ. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഇയ്യാകും വകസറത്തിൽ ഹലഫി ഫിൽ ബൈഇ കച്ചവടത്തിൽ സത്യവാക്ക് ഉപയോഗിക്കുന്നത് പ്രത്യേകം സൂക്ഷിക്കണമേ. സ്വഹീഹ് മുസ്ലിം. ഒരിക്കലും ആ കാര്യം പ്രയോഗിക്കുകയോ ചെയ്യുകയോ ചെയ്യരുത്. ഫഇന്നഹു യുംഫിഖു അത് കച്ചവട സാധനത്തെ ചെലവാക്കുമെങ്കിലും സുമ്മയുംഫിഖു ആ ബറക്കത്ത് അത് നശിപ്പിച്ചു കളയും എന്ന്. സത്യമൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായും അതെന്ത് ചെയ്യും? അത് സത്യമാണെന്ന് അംഗീകരിക്കും. അതേപോലെ തന്നെ കച്ചവടക്കാരൻ സ്വന്തം ഈമാൻദാരിയെ കാണിക്കുക, അവന് ഈമാൻദാരിയാന്ന് ബോധ്യപ്പെടുത്തുക. എന്നോടൊരാളൊരിക്കലൊരു സംഭവം പറഞ്ഞ് അയാളെ ജേട്ടന്റെ ഭാര്യയും പ്രസവിച്ച് അങ്ങനെ കുട്ടികൾക്ക് വീട്ടിൽ പാല് കൊടുക്കേണ്ട ഒരവസ്ഥ വന്നു. വീട്ടിലും പാല് വേണം, കുട്ടികൾക്ക് പാല് വേണം. അയാളെ ഉമ്മ പറഞ്ഞത്ര എന്നാ നമുക്ക് ഒരു പശുവിനെ വാങ്ങിയാൽ ഞങ്ങൾ നോക്കാം മോനെ, ഈ ഒരു പശുവിനെ വാങ്ങാൻ. അങ്ങനെ ഇയാൾ എന്നോട് പറയാ, ഒരു അരീക്കോട്ടുകാരൻ എന്നോട് പറഞ്ഞൊരു സംഭവം. പശുവിനെ അന്വേഷിച്ചു. അങ്ങനെ ഒരു സ്ഥലത്ത് കീശേരിക്കടുത്തൊരു സ്ഥലത്ത് നല്ലൊരു പശു ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് അയാളടുത്ത് പോയി പശുവിന്റെ കച്ചവടക്കാരൻ്റെ പശു ഉള്ള ആളടുത്ത് ചെന്നു. അയാള് അടുത്ത് ചെന്നപ്പോൾ 12 ലിറ്റർ പാല് കറക്കും എന്ന് പറഞ്ഞത്ര. കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കണതിന്റെ ഇടയില് അടുത്ത പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തു. അപ്പൊ ഇയാൾ പറഞ്ഞു, കച്ചവടം അവിടെ നിൽക്കട്ടെ, നമുക്ക് ജമാഅത്ത് കഴിഞ്ഞിട്ട് മതി കച്ചവടം എന്ന് പറയും. ആദ്യം അള്ളാന്റെ വിളിയാണല്ലോ ഉത്തരം കൊടുക്കേണ്ടത്, അത് കഴിഞ്ഞിട്ട് മതി കച്ചവടം എന്ന് പറഞ്ഞു ഇയാളോട്. ഇയാൾ വേഗം എന്ത് ചെയ്തു? മറ്റയാളോടുകൂടെ അസർ ജമാഅത്തൊക്കെ കഴിഞ്ഞ് റാഹത്തായി നിസ്കരിച്ച് വന്ന് എത്ര വേണ്ടതെന്ന് വെച്ചാൽ 12 റുപ്യ വേണം. ഈ ആയതുകൊണ്ട് നമ്മൾ തമ്മിലല്ലേ ഒരു 10